നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. പാലക്കാട് ശബരി ആശ്രമത്തിലെ ചടങ്ങിനിടെ ഗവർണറുടെ ഷാളിന് തീപിടിച്ചു. തീ പടർന്നത് ഗാന്ധിജിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുന്നതിനിടെ നിലവിളക്കിൽ നിന്ന്. സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉടനെത്തി തീ അണച്ചതിനാൽ അപകടം ഒഴിവായി. ഗവർണർക്ക് മറ്റ് പരിക്കുകളില്ല. അനങ്ങനടി പഞ്ചായത്തിൽ അംഗൻവാടി ജീവനക്കാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് എല്ലാ നടപടിക്രമങ്ങൾക്കും ഹൈക്കോടതിയുടെ സ്റ്റേ. ഉത്തരവ് നിയമന സമിതിയിൽ അഴിച്ചുപണി നടത്തിയെന്ന പരാതിയിൽ. ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. ഇത്തവണ ദിനാചരണം അന്തസ്സോടെയുള്ള വാർദ്ധക്യം എന്ന സന്ദേശവുമായി. വയോജന ദിനം ഓർമ്മപ്പെടുത്തുന്നത് പ്രായമായവർക്കുള്ള പരിചരണവും പിന്തുണാ സംവിധാനങ്ങളും ശക്തിപ്പെടുത്തുന്നതിന്റെ പ്രാധാന്യം. വാർത്തകൾ വിശദമായി. പാലക്കാട് അകത്തേത്തറ ശബരി ആശ്രമത്തിലെ ചടങ്ങിനിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഷാളിന് തീപിടിച്ചു. ഗാന്ധിജിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുന്നതിനിടെ നിലവിളക്കിൽ നിന്നാണ് തീ പടർന്നത്. രോഗിയായി അദ്ദേഹം മരിച്ചതോടെയാണ് വാസ്തവത്തിൽ ശബരി ആശ്രമത്തിൻ്റെ തുടർന്നുള്ള സ്വാതന്ത്ര്യ സമരത്തിലെ പങ്കാളിത്തത്തിൻ്റെ പ്രഭ ഒന്നു കുറഞ്ഞത്. കേളപ്പജി അതിനെ ഉയർത്തിയെടുത്തു. കാക്കനാർപുരത്തും ചമ്രവട്ടത്തുമൊക്കെ ആയിട്ട് അദ്ദേഹം അതിനെ വളരെ മുന്നോട്ട് കൊണ്ടുപോയി. കേരള ഗാന്ധിജിയായി അദ്ദേഹം അറിയപ്പെട്ടു. അതിൻ്റെ എല്ലാം അടിത്തറ പാകിയത് അകത്തേത്തറ ശബരി ആശ്രമത്തിലെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങിൽ പങ്കെടുക്കാൻ ഗവർണർ എത്തിയപ്പോഴാണ് സംഭവം. ആശ്രമത്തിന്റെ അടുത്തുള്ള സ്ഥലത്ത് ഗാന്ധിജിയുടെ ചിത്രത്തിനു മുന്നിൽ പുഷ്പാർച്ചന നടത്തുന്നതിനിടെ സമീപത്ത് കത്തിച്ചുവെച്ച നിലവിളക്കിൽ നിന്ന് കഴുത്തിലെ ഷാളിലേക്ക് തീ പടരുകയായിരുന്നു. തീ പടരുന്നത് അകത്തേത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത രാധാകൃഷ്ണന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ സമയം സുരക്ഷാ ഉദ്യോഗസ്ഥരോ പോലീസോ ഗവർണർക്ക് സമീപമുണ്ടായിരുന്നില്ല. വളരെ വേഗം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരെത്തി തീ അണച്ചതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. ഗവർണർക്ക് മറ്റ് പരിക്കുകളൊന്നുമില്ല. ഗവർണർ തന്നെ ഷാൾ ഊരി മാറ്റുകയും ചെയ്തു. ഷാളിൽ തീ പടർന്ന കാര്യം ഗവർണർ അറിയുന്നുണ്ടായിരുന്നില്ല എന്ന കാര്യം ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അനങ്ങനടി ഗ്രാമപഞ്ചായത്തിൽ അംഗൻവാടി ജീവനക്കാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങൾക്കും ഹൈക്കോടതിയുടെ സ്റ്റേ. പഞ്ചായത്തിലെ അംഗൻവാടി ജീവനക്കാരുടെ നിയമനത്തിനായി നിയോഗിക്കപ്പെട്ട സമിതിയിൽ അഴിച്ചുപണി നടത്തിയെന്നു ചൂണ്ടിക്കാട്ടി നൽകിയ പരാതിയിലാണ് നിയമനവുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും സ്റ്റേ ചെയ്തുകൊണ്ട് ഹൈക്കോടതി ഉത്തരവിറക്കിയത്. അനങ്ങനടി ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടി വർക്കർ ഹെൽപ്പർ നിയമനവുമായി ബന്ധപ്പെട്ട സെലക്ഷൻ കമ്മിറ്റിയിലേക്ക് 5 സാമൂഹ്യ പ്രവർത്തകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് 2024 ജൂലൈ 1 ഒറ്റപ്പാലം ശിശുവികസന പദ്ധതി ഓഫീസർ ലിസ്റ്റ് തയ്യാറാക്കി അനങ്ങനടി ഗ്രാമപഞ്ചായത്തിലേക്ക് അറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ലിസ്റ്റ് തയ്യാറാക്കിയ CDPO ട്രാൻസ്ഫറായി പോവുകയും തുടർന്ന് ചുമതലയേറ്റ മറ്റൊരു CDPOയെ സ്വാധീനിച്ച് പഴയ CDPO തയ്യാറാക്കിയ ലിസ്റ്റിൽ നിന്ന് 2 സാമൂഹ്യ പ്രവർത്തകരെ ഒഴിവാക്കി പകരം CPM പ്രവർത്തകരായ 2 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് 2024 ഓഗസ്റ്റ് 12 മറ്റൊരു അറിയിപ്പും പഞ്ചായത്തിലേക്ക് നൽകുകയായിരുന്നെന്നും ഒഴിവാക്കപ്പെട്ട 2 സാമൂഹിക പ്രവർത്തകരുടെ അറിവോ സമ്മതമോ കൂടാതെയായിരുന്നു CDPO നടപടിയെന്നും ചൂണ്ടിക്കാട്ടി അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് അംഗമായ MA റിയാസ് മാസ്റ്റർ വനിതാ ശിശുവികസന ഡയറക്ടർക്കും ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർക്കും പരാതി നൽകിയിരുന്നെങ്കിലും നടപടിയാകാത്തതിനെ തുടർന്ന് ആദ്യ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട സാമൂഹ്യ പ്രവർത്തകനായ നാരായണൻകുട്ടി മാസ്റ്ററും പഞ്ചായത്ത് അംഗമായ MA റിയാസ് മാസ്റ്ററും ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. തുടർന്നാണ് കേസിൽ തീരുമാനമാകുന്നതുവരെ അനങ്ങനടി ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടി വർക്കർ ഹെൽപ്പർ നിയമനവുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും സ്റ്റേ ചെയ്തുകൊണ്ട് ഹൈക്കോടതി ഉത്തരവിറക്കിയത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. അന്തസ്സോടെയുള്ള വാർദ്ധക്യം എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ സന്ദേശം. ഷൊർണൂരിൽ സീനിയർ സിറ്റിസൺ വെൽഫെയർ അസോസിയേഷൻ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയോജന ദിനം ആചരിച്ചു. ഷൊർണൂർ സഹകരണ ബാങ്ക് ഹാളിലാണ് സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ മേഖലാ കമ്മിറ്റി അന്താരാഷ്ട്ര വയോജന ദിനാചരണം സംഘടിപ്പിച്ചത്. പ്രായമായവർക്കുള്ള പരിചരണവും പിന്തുണാ സംവിധാനങ്ങളും ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തുന്നതാണ് വയോജന ദിനം. ഷൊർണൂരിൽ അസോസിയേഷന്റെ വയോജന ദിനാചരണം റിട്ടയർഡ് അധ്യാപകൻ വി രാമൻകുട്ടി വെള്ളിനേഴി ഉദ്ഘാടനം ചെയ്തു. തീരുമാനിച്ചത് ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഒന്നു ചേർന്നിട്ടുണ്ടാക്കിയ ഐക്യരാഷ്ട്ര സംഘടനയാണെന്ന് പറയും. അവർ 1990 ഇങ്ങനൊരു ആലോചനയിലേക്ക് എത്തിയത്. അങ്ങനെ എന്താണെന്നൊരു കാരണം അവർ പറയുന്നത് ലോകത്തെ ആളുകൾ നീണ്ട് ജീവിക്കാൻ തുടങ്ങി. മറ്റത് അങ്ങനെ നീളമായിരുന്നില്ല ജീവിതത്തിൽ. 75 വയസ്സിന് അപ്പുറമുള്ള ആളുകൾ ഏതാണ്ട് ജനസംഖ്യയുടെ പകുതി
കോടിയോളം വരുന്ന ഒരുപാട് രാജ്യങ്ങൾ ലോകത്തെടുക്കുന്നു. ഷൊർണൂർ മേഖലാ പ്രസിഡന്റ് MK രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി K ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. ട്രഷറർ N ലോഹിതാക്ഷൻ, വൈസ് പ്രസിഡന്റ് KR മോഹൻദാസ്, ജോയിന്റ് സെക്രട്ടറി NR സതീന്ദ്രൻ, KT രാമചന്ദ്രൻ, N മുണ്ടൻ, PA പത്മജ, ഹേമലത ആറുമുഖൻ എന്നിവർ സംസാരിച്ചു. മുതിർന്ന പൗരന്മാരെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മങ്കരയിൽ നിർത്തിയിട്ട ലോറിയിൽ നിന്നും ബാറ്ററി മോഷണം. മങ്കര സ്വദേശി പിടിയിൽ. മങ്കര വെള്ളറോഡ് കല്ലങ്കാട് സ്വദേശി 34 വയസ്സുള്ള ഫ്രഞ്ചിത്താണ് അറസ്റ്റിലായത്. ഞായറാഴ്ചയായിരുന്നു കേസിനാസ്പദമായ സംഭവം. മങ്കര വെള്ളറോഡ് സ്വദേശിയുടെ വീടിന് സമീപത്ത് നിർത്തിയിട്ടിരുന്ന ടിപ്പർ ലോറിയിൽ നിന്നും ബാറ്ററി മോഷണം പോവുകയായിരുന്നു. തലേദിവസം വൈകുന്നേരം നിർത്തിയ ലോറി പിറ്റേന്ന് രാവിലെ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴായിരുന്നു ബാറ്ററി മോഷണം പോയ വിവരം ഉടമ അറിഞ്ഞത്. ടിപ്പർ ഉടമ ഷജിലിന്റെ പരാതിയെ തുടർന്ന് മങ്കര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. തിരുവില്ലാമലയിലെ ഒരു കടയിൽ ബാറ്ററി വിൽക്കാൻ ശ്രമിക്കുമ്പോഴാണ് പിടിയിലായത്. പ്രദേശത്ത് മുൻപും നിർത്തിയിട്ട വാഹനങ്ങളിൽ നിന്നും ബാറ്ററി വ്യാപകമായി മോഷണം പോയിരുന്നു. പിടിയിലായ പ്രതിക്ക് കൂടുതൽ കേസുകളിൽ പങ്കുണ്ടോ എന്നും കൂടുതൽ പേർ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും അന്വേഷിച്ചു വരികയാണെന്ന് മങ്കര പോലീസ് പറഞ്ഞു. സബ് ഇൻസ്പെക്ടർമാരായ റഫീഖ്, ജഗദീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ നഗരസഭ MRF ഫെസിലിറ്റേഷൻ സെന്ററിൽ സംഘടിപ്പിച്ച അമ്മയും കുട്ടിയും ശില്പശാല ശ്രദ്ധേയമായി. മാലിന്യമുക്ത നഗരസഭ എന്ന സന്ദേശവുമായാണ് ശില്പശാല സംഘടിപ്പിച്ചത്. ഏകദിന ശില്പശാലയും പ്രദർശനവും നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P സിന്ധു ഉദ്ഘാടനം ചെയ്തു. സ്വച്ഛതാ ഹി സേവ 2024 ക്യാമ്പയിന്റെ ഭാഗമായി സ്കൂൾ തലത്തിൽ നടന്ന ക്വിസ് മത്സര വിജയികളും അമ്മമാരുമാണ് ഏകദിന ശില്പശാലയിൽ പങ്കെടുത്തത്. ശില്പശാലയുടെയും പ്രദർശനത്തിന്റെയും ഉദ്ഘാടനം നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P സിന്ധു നിർവഹിച്ചു. ഇവിടെ സൂചിപ്പിച്ച പോലെ 2018-ലും 19-ലും നമ്മുടെ സംസ്ഥാനത്ത് അതിരൂക്ഷമായ പ്രളയം ഉണ്ടാവുകയുണ്ടായി. ആ സമയത്ത് നമ്മുടെ നദികളിലൊക്കെ തന്നെ ടൺ കണക്കിന് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യവും നമ്മൾ കണ്ടു, അല്ലേ? ആ സമയത്താണ് നമ്മുടെ പൊതുസ്ഥലങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നത് നമുക്ക് ഇത്ര ഭയാനകമായ രീതിയിലാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. വാർഡ് കൗൺസിലർ TK ബഷീർ സ്വാഗതം പറഞ്ഞു. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ പ്രസാദ്, നഗരസഭാ സെക്രട്ടറി PS രാജേഷ്, സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ് കുമാർ എന്നിവർ സംസാരിച്ചു. P രേഷ്മ ശില്പശാലയിൽ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ് കുമാർ, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീവിലാസ്, സൗമ്യ, P രേഷ്മ എന്നിവർ ക്ലാസുകൾ നയിച്ചു. ശില്പശാലയ്ക്ക് ശേഷം വിദ്യാർത്ഥികളുമായുള്ള ആശയ സംവാദം നടന്നു. നഗരസഭയുടെ MCFലെ വിവിധ മെഷീനുകൾ, RRF, ക്രെഡായി ബിന്നുകൾ, ഗാർഹിക മാലിന്യ സംസ്കരണ ഉപാധികളായ റിംഗ് കമ്പോസ്റ്റ്, പൈപ്പ് കമ്പോസ്റ്റ്, ബക്കറ്റ് കമ്പോസ്റ്റ്, G-ബിൻ തുടങ്ങിയവയുടെ പ്രദർശനവും നടന്നു. വിദ്യാർത്ഥികൾക്കായി സ്പോട്ട് ക്യൂസും സംഘടിപ്പിച്ചു. സമാപന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് കുട്ടികളുമായി സംവദിച്ചു. സ്കൂൾ തല മത്സര വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. കുട്ടികളിനി ക്ലാസ്സിൽ പോയി. സാധാരണ ഞാനൊരു സ്കൂളിൽ പോയപ്പോൾ ഞാൻ 2 തവണയും പറഞ്ഞതാണ്, ഇവിടെ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണിച്ചു തന്നു കളക്ടേഴ്സ് അറ്റ് സ്കൂൾ. അപ്പോൾ അത് എല്ലാ സ്കൂളുകളും നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ? എല്ലായിടത്തും ഇല്ല, ചിലയിടത്ത് അത് മൂലം കൊണ്ട് വെച്ചിട്ടുണ്ട്, ഇല്ലേ? ചിലയിടത്ത് സ്കൂളിൽ ഏതോ മൂലം കൊണ്ടിട്ടുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പത്തിരിപ്പാല സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നൈപുണ്യ വികസന കേന്ദ്രം സ്ഥാപിക്കാൻ നടപടിയായി. പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ചേർന്ന യോഗം MLA അഡ്വക്കേറ്റ് ശാന്തകുമാരി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്ക് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ഒരുക്കുക ലക്ഷ്യമിട്ട് സമഗ്ര ശിക്ഷാ കേരളത്തിന്റെ ഫണ്ടിൽ നിന്ന് 21.5 ലക്ഷം രൂപ വകയിരുത്തിയാണ് പത്തിരിപ്പാല സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നൈപുണ്യ വികസന കേന്ദ്രം സ്ഥാപിക്കുന്നത്. വലിയ രൂപത്തിൽ തന്നെ ഗവൺമെന്റ് നിയമനം നൽകുമ്പോഴും നമ്മുടെ എല്ലാം മനസ്സിൽ വരുന്ന ഞാനൊരു ഗവൺമെന്റ് ജോലിക്കാരനാണ്, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ജോലി കിട്ടണം, ആ നിലയിലുള്ള ചിന്ത ഒരുപക്ഷെ എനിക്ക് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. കാരണം കേരളത്തിലെ PSC ആ നിലയിലുള്ള
കൃത്യമായ ഇടപെടൽ നടത്തുന്ന ഏറ്റവും കൂടുതൽ ആളുകളെ നിയമിക്കും. ഇതൊക്കെ ഒരു ഇതിൻ്റെ ഫ്യൂച്ചറിൻ്റെ കാര്യമാണ്. ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന വർത്തമാനത്തിൽ നടക്കുന്നതാണ് അത്. ടെക്നിക്കൽ സർവീസ് ഓപ്പറേറ്റർ, ഫിറ്റ്നസ് ട്രെയിനർ തുടങ്ങിയ കോഴ്സുകളാണ് കേന്ദ്രത്തിൽ ആരംഭിക്കുക. പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ചേർന്ന യോഗത്തിൽ മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത അധ്യക്ഷയായി. BPC അജിത്, പ്രിൻസിപ്പൽ പ്രമോദ്, VHSE പ്രിൻസിപ്പൽ രമ്യ, പ്രധാനാധ്യാപിക അനിത, BRC ട്രെയിനർ നാഗരാജ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാത്തതിന് പിന്നിൽ നഗരസഭാ ഭരണാധികാരികളുടെ സങ്കുചിത രാഷ്ട്രീയ താൽപര്യമാണെന്ന് നാഷണൽ ജനതാദൾ. നഗരസഭാ ഭരണാധികാരികളുടെ ജനവിരുദ്ധ നിലപാടിനെതിരെ ഒക്ടോബർ 3-4 തീയതികളിൽ നഗരസഭാ പരിധിയിൽ കുറ്റവിചാരണ യാത്ര നടത്തുമെന്ന് നാഷണൽ ജനതാദൾ പാലക്കാട് മണ്ഡലം പ്രസിഡന്റ് R. സുജിത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 9 വർഷമായി പാലക്കാട് നഗരത്തിൽ യാതൊരുവിധ വികസനവും ഉണ്ടായിട്ടില്ല. MP ഫണ്ട് ചെലവഴിച്ച് പുനർനിർമ്മിച്ച മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൻ്റെ ക്രെഡിറ്റ് UDF-നും MP-ക്കും പോകാതിരിക്കാനാണ് ബസ് സ്റ്റാൻഡിൽ പശ്ചാത്തല സൗകര്യമൊരുക്കാൻ BJP ഭരണസമിതി വിമുഖത കാണിക്കുന്നത്. ഇത് തുറന്നു കാണിച്ചുകൊണ്ട് ഉപതെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാകാനാണ് കുറ്റവിചാരണ യാത്ര നടത്തുന്നതെന്നും സുജിത്ത് പറഞ്ഞു. മുനിസിപ്പാലിറ്റി ഇപ്പോൾ ഭരിക്കുന്ന BJP കഴിഞ്ഞ 9 കൊല്ലമായിട്ട് ഭരിച്ചു വരുന്ന അവർ ആ ബസ് സ്റ്റാൻഡിൻ്റെ പ്രവർത്തനത്തിന് യാതൊരു പ്രാമുഖ്യം കൊടുക്കാതെ നിൽക്കുന്ന അവസ്ഥയാണ്. എന്താ പറഞ്ഞാൽ ഒരു ഇലക്ഷൻ ആകുമ്പോൾ എന്തെങ്കിലും ചെയ്യാം എന്ന് കടകൂട്ടിയിട്ട് പെൻഡിങ്ങിൽ ഇടുകയാണ്. അത് കോൺഗ്രസിൻ്റെ അക്കൗണ്ടിലേക്ക് പോകും ആ ബസ് സ്റ്റാൻഡ് വന്നാന്നുള്ള അവരുടെ കാഴ്ചപ്പാട് കൊണ്ടായിരിക്കാം അങ്ങനെയാണ്. പക്ഷേ ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ ഒരു രീതി ആ ബസ് സ്റ്റാൻഡ് പഴയ പോലെ പ്രതാപത്തോടു കൂടി മുന്നോട്ട് വരണം, തുടർന്ന് നടക്കണം എന്നുള്ള നാഷണൽ ജനതാദളിൻ്റെ ആവശ്യപ്രകാരവും അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയും ഈ ബസ് സ്റ്റാൻഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഉടനടി പൂർത്തീകരിച്ച് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കണം. നാഷണൽ ജനതാദൾ മഹിളാ ജനറൽ സെക്രട്ടറി നൌഫിയ നസീർ, ജനറൽ സെക്രട്ടറി A. വിൻസെന്റ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പരുതൂർ ഗ്രാമപഞ്ചായത്തിൽ മാലിന്യമുക്ത നവകേരളം, ക്ലീൻ പരുതൂർ എന്നിവയുടെ ഭാഗമായി ഗാർബോളജി ക്ലാസ് സംഘടിപ്പിച്ചു. കൊടുമുണ്ട ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച ക്ലാസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ ഉദ്ഘാടനം ചെയ്തു. ക്ലീൻ പരുതൂരിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ക്ലാസിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷിത ദാസ് അധ്യക്ഷയായി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP ഹസൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാഹിദ് ജലീൽ, വാർഡ് മെമ്പർമാരായ AK മലി, രജനി ചന്ദ്രൻ, ശിവശങ്കരൻ, ഹൈസ്കൂൾ പ്രധാനാധ്യാപിക ഗീതാ തങ്കം, ഗ്രീൻ വേംസ് കോർഡിനേറ്റർമാരായ അർജുൻ, ബിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മണ്ണൂർ ചവിറ്റ്ലത്തോട് നൂറുൽ ഇസ്ലാം മദ്രസയിൽ സംഘടിപ്പിച്ച എൻ്റെ നബി മിലാദ് സംഗമത്തിന് സമാപനമായി. SYS സംസ്ഥാന ഉപാധ്യക്ഷൻ PK ഇമ്പിച്ചിക്കോയ തങ്ങൾ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. റേഞ്ച് മാനേജ്മെന്റ് അസോസിയേഷൻ, ജംയത്തുൽ മുഅല്ലിമീൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് എൻ്റെ നബി മീലാദ് സംഗമം സംഘടിപ്പിച്ചത്. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഊട്ടിയുറപ്പിക്കാൻ ആവശ്യമായ ആത്മീയമായ അമലുകളിൽ വർദ്ധനമാണ്. അങ്ങനെ വരുമ്പോഴേ ആ റസൂലുള്ളാഹിന്റെ ചര്യ പിൻപറ്റാനുള്ള പ്രചോദനം ഉണ്ടാവും. സ്വാഭാവികമാണത്. ഒരു ആളുടെ ചര്യ പിൻപറ്റണമെങ്കിൽ അയാളെ എന്താണെന്ന് ചെയ്യണമെങ്കിൽ അതിന് മനസ്സിലാവണമെങ്കിൽ ആദ്യം ആ വ്യക്തിത്വത്തിനെ സംബന്ധിച്ച് ഒരു മതിപ്പ് വേണം. സമാപന സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി PM യൂസഫ് അധ്യക്ഷനായി. ജാബീർ ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി. മുഹമ്മദ് സുൽത്താൻ മുസ്ലിയാർ, ബഷീർ അസ്ഹരി, ഷംസുദ്ദീൻ മുസ്ലിയാർ, ഷമീർ മുസ്ലിയാർ, സൈഫുദ്ദീൻ, ആദൻ, അയൂബ്, ദാവൂദ്, സുലൈമാൻ, യൂസഫ്, KSM ഷരീഫ്, KM അബ്ദുൽ ഹക്കീം തുടങ്ങിയവർ സംസാരിച്ചു. ഇമ്പിച്ചിക്കോയ തങ്ങളുടെ പ്രാർത്ഥനകളോടെയാണ് പരിപാടികൾ ആരംഭിച്ചത്. തുടർന്ന് മൗലിദ് പാരായണവും ഉണ്ടായി. റേഞ്ചിലെ സംഘടനാ ഭാരവാഹികളും ഉസ്താദുമാരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മാത്തൂർ വെസ്റ്റ് ALP സ്കൂളിൽ പ്രതിഭാ സംഗമം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോൾ പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ പ്രാദേശികം അതിനുശേഷം അധ്യക്ഷയൊക്കെ സൂചിപ്പിച്ച പോലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്ത് നമ്മുടെ ഇതുപോലുള്ള ഈ വിദ്യാഭ്യാസ മേഖല വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് കേരളത്തിൽ ആദ്യം നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും ഈ മേഖലയിലേക്ക് കുഞ്ഞുങ്ങളെ ആകർഷിക്കാൻ അതിനേക്കാളേറെ കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കളോട് ഏറ്റവും നന്നായി കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ, അതിന്റെ മികവുകൾ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചു കൊടുത്ത് അതിലേക്ക് ആകർഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ
ഏറ്റവും ശക്തമായി നടന്ന ഒരു കാലഘട്ടമാണ് കേരളത്തെ സംബന്ധിച്ചുള്ളത്. മാത്തൂർ വെസ്റ്റ് ALP സ്കൂളിൽ വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും മുൻ PTA പ്രസിഡന്റുമാരുടെയും സംഗമമാണ് നടന്നത്. ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രവിത മുരളീധരൻ അധ്യക്ഷയായി. സ്കൂൾ വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഷോർട്ട് ഫിലിം കുഴൽമന്നം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് പ്രകാശനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം അഭിലാഷ് തച്ചങ്കാട് പ്രതിഭകളെ ആദരിച്ചു. മുൻ PTA പ്രസിഡന്റുമാരെ വത്സൻ മഠത്തിൽ ആദരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR പ്രസാദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം C സോമദാസൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ബബിത രമേശ്, കുഴൽമന്നം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വിക്ടർ ഡേവിഡ്, സേഫ് ബംഗ്ലാവ് സ്കൂൾ ചെയർമാൻ പഴനിമല, സ്കൂൾ PTA പ്രസിഡന്റ് M സൗമ്യ, മാത്തൂർ അർബൻ സൊസൈറ്റി സെക്രട്ടറി PK പ്രിയകുമാരൻ, K രാമചന്ദ്രൻ, വിജയം മന്നമുള്ളി, K മനോജ്, സ്കൂൾ പ്രധാനാധ്യാപകൻ V കൃഷ്ണാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി മുൻ പഞ്ചായത്ത് പ്രസിഡന്റും സംഘാടക സമിതി ചെയർമാനുമായ G ശിവരാജൻ സ്വാഗതവും സംഘാടക സമിതി ട്രഷറർ G രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടിയും കോട്ടായി പാട്ടുകൂട്ടത്തിന്റെ നാടൻ പാട്ടും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട് ശബരി ആശ്രമത്തിലെ ചടങ്ങിനിടെ ഗവർണറുടെ ഷാളിന് തീ പിടിച്ചു. തീ പടർന്നത് ഗാന്ധിജിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുന്നതിനിടെ നിലവിളക്കിൽ നിന്ന്. സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉടനെത്തി തീ അണച്ചതിനാൽ അപകടം ഒഴിവായി. ഗവർണർക്ക് മറ്റ് പരിക്കുകളില്ല. അനങ്ങനടി പഞ്ചായത്തിൽ അംഗൻവാടി ജീവനക്കാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് എല്ലാ നടപടിക്രമങ്ങൾക്കും ഹൈക്കോടതിയുടെ സ്റ്റേ. ഉത്തരവ് നിയമന സമിതിയിൽ അഴിച്ചുപണി നടത്തിയെന്ന പരാതിയിൽ. ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. ഇത്തവണ ദിനാചരണം അന്തസ്സോടെയുള്ള വാർദ്ധക്യം എന്ന സന്ദേശവുമായി. വയോജന ദിനം ഓർമ്മപ്പെടുത്തുന്നത് പ്രായമായവർക്കുള്ള പരിചരണവും പിന്തുണാ സംവിധാനങ്ങളും ശക്തിപ്പെടുത്തുന്നതിന്റെ പ്രാധാന്യം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.